ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്ക് സർവിന്റെ പുതിയൊരു വീഡിയോ ഉണ്ട്. സാർ അപ്പം ഇന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാമെന്ന് ഈ ആഴ്ച OTT റിലീസിന് എത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള സിനിമകളെക്കുറിച്ച്, അതോടൊപ്പം തന്നെ തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമകളെക്കുറിച്ചൊക്കെയാണ്. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളായിട്ട് OTT റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കും OTT അപ്ഡേറ്റ്സുകൾക്കും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. OTT റിലീസുകളുടെ ഒരു ചാകരം തന്നെ നമുക്ക് ഈ ആഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് നാളായിട്ട് പെട്ടേരുന്ന ചിത്രങ്ങളെല്ലാം തന്നെ ഇപ്പോഴത്തെ OTT റിലീസിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഈ ആഴ്ച OTT റിലീസിലെത്തിയിരിക്കുന്ന ഒന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ സൗബിൻ ഷാഹിർ കേന്ദ്ര കഥാപാത്രമെത്തിയ മച്ചന്റെ മാരാഗ് എന്ന് പറയുന്ന സിനിമയായിരുന്നു. സൗബിൻ, നമിത പ്രമോദ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ ചലനമൊന്നും സൃഷ്ടിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ആ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് മനോരമ മാക്സ് സ്വന്തമാക്കി ചിത്രം ഏപ്രിൽ മാസം 4-ാം തീയതി, അതായത് ഇന്നലെ സ്ട്രീമിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണ് സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം തിയേറ്ററിലോട്ട് എത്തിയ ചിത്രമായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രമെത്തിയ ജയിലർ എന്ന് പറയുന്ന സിനിമ. ജയിലർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് മലയാളത്തിൽ ഒരു ജയിലർ എത്തുമെന്ന് കരുതിയെങ്കിലും ബോക്സ് ഓഫീസിൽ വലിയ വിജയമൊന്നും സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. കാത്തിരിപ്പിന് വിരാമൂട്ടുകൊണ്ട് ഇപ്പോൾ ചിത്രം OTT റിലീസ് എത്തിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് മനോരമ മാക്സ് ആയിരുന്നു. ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ നമുക്ക് മനോരമ മാക്സിൽ കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ധ്യാൻ ശ്രീനിവാസൻ ചിത്രം കൂടി ഇന്നലെ OTT റിലീസിനെത്തിയിരിക്കുകയാണ്. കുടുംബശ്രീയും കുഞ്ഞാടും എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം സൺ നെക്സ്റ്റ് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. അപ്പോൾ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം ഈ ആഴ്ച OTT റിലീസിനെത്തിയിരിക്കുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് OTT റിലീസായിട്ട് എത്തിയ ടെസ്റ്റ് എന്ന് പറയുന്ന തമിഴ് ചിത്രമാണ്. നയൻതാര, മാധവൻ, സിദ്ധാർത്ഥ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ശശികാന്താണ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ഒരു സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ചിത്രം ഇന്നലെയായിരുന്നു നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് നടത്തിയിട്ടുണ്ടത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ മലയാളം പതിപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തമിഴിന്റെ പുറമെ മലയാളത്തിൽ, ഹിന്ദിയിലും, തെലുങ്കിലും, കന്നഡയിലുമാണ് ഈ ഒരു സിനിമ ഒരു സ്ട്രീമിംഗ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം ഈ വരുന്ന ആഴ്ച OTT റിലീസ് എത്താൻ പോകുന്ന സിനിമകളെക്കുറിച്ചൊക്കെ ഒന്നാമത്തെ ചിത്രം മലയാള ചിത്രമായിട്ടുള്ള പൈങ്കിളി എന്ന് പറയുന്ന സിനിമയാണ്. അനിശ്ചിത രാജൻ, സജിൻ ഗോപു തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ശ്രീജിത്ത് ബാബുവാണ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായത്. ഫെബ്രുവരി മാസം 14-ാം തീയതി തിയേറ്ററിലോട്ട് എത്തിയ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാനും അത്യാവശ്യം ബോക്സ് ഓഫീസിൽ ഒരു വിജയം സ്വന്തമാക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 11-ാം തീയതി മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മനോരമ മാക്സ് വഴി ഈ വരുന്ന വെള്ളിയാഴ്ച ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഈ ആഴ്ച റിലീസ് എത്താൻ മറ്റൊരു ചിത്രം ഇതെന്ന് നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ നിന്നുള്ള ചിത്രം തന്നെയാണ് പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന സിനിമയുടെ 2025 ആദ്യം റിലീസായിട്ട് എത്തിയ ചിത്രത്തിൽ സൗബിൻ ഷാഹിർ, ചെമ്പൻ വിനോദ് ജോസ്, ബേസിൽ ജോസഫ് തുടങ്ങിയവരായിരുന്നു കേന്ദ്ര കഥാപാത്രം എടുത്തിട്ടുള്ളത്. ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളൊന്നും സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ചിത്രത്തിന് OTT റൈറ്റ്സ് എല്ലാം തന്നെ സോണി ലൈവ് സ്വന്തമാക്കിയിരിക്കുകയാണ്. സോണി ലൈവ് ഈ വരുന്ന ഏപ്രിൽ മാസം 11-ാം തീയതി, അതായത് വെള്ളിയാഴ്ച സോണി ലൈവ് വഴി സ്ട്രീമിംഗ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷയോടെയായിട്ട് നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള നമുക്ക് നായകനായിട്ടെത്തിയ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയുടെ OTT അപ്ഡേറ്റ്സുകൾ ലഭ്യമായിട്ടുണ്ട്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. നമുക്ക് കേന്ദ്ര കഥാപാത്രമാക്കി ഗൗതം വാസുദേവ് മേനോൻ മലയാളത്തിൽ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത ചിത്രമായിരുന്നു ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമ. മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത ചിത്രത്തിന് എന്നാൽ ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം ആമസോൺ പ്രൈം വഴി OTT റിലീസിനെത്തുമ്പോൾ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ വരുന്ന ആഴ്ച വിഷു, ഈസ്റ്റർ സ്പെഷ്യലായിട്ട് റിലീസിനെത്താൻ പോകുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ നിന്നുള്ള ചിത്രമാണ്. ഒമറിന്റെ ഡയറക്ഷനിൽ 2024 തിയേറ്ററിലോട്ട് എത്തിയ ചിത്രമായിരുന്നു ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന് അത്യാവശ്യം മികച്ച ഒരു അഭിപ്രായങ്ങളും മികച്ച കളക്ഷനും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളൊന്നും തന്നെ സ്വന്തമാക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന് OTT അപ്ഡേറ്റ്സുകൾ ലഭ്യമായിരിക്കുന്നത് മനോരമ മാക്സ്, ആമസോൺ പ്രൈം വീഡിയോസ് തുടങ്ങിയ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വരുന്ന ഏപ്രിൽ മാസം 11-ാം തീയതി അല്ലെങ്കിൽ 14-ാം തീയതി ഈ സിനിമ സ്ട്രീമിംഗ് നടത്തുന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തെങ്കിലും നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട്. അതോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രേമികൾ ഏറെ കാത്തിരിക്കുന്ന മറ്റൊരു മലയാള ചിത്രമാണ് യുവതാരങ്ങൾ കേന്ദ്ര കഥാപാത്രമെത്തിയ ബ്രൊമാൻസ് എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട്. ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സുകൾ ഇപ്പോൾ തന്നെ ലഭ്യമായിട്ടുണ്ട്. മത്യു തോമസ്, അർജുൻ അശോകൻ, മഹിമ നമ്പ്യാർ, സംഗീത് പ്രതാപ്, ശ്യാം മോഹൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി അരുൺ ടി ജോസ് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു ബ്രൊമാൻസ് എന്ന് പറയുന്ന സിനിമ. ഫെബ്രുവരി മാസം 14-ാം തീയതി തിയേറ്ററിലോട്ട് എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ നല്ലൊരു വിജയം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയുള്ള അപ്ഡേറ്റുകൾ ലഭ്യമായിട്ടുണ്ട്. ഹോട്ട്സ്റ്റാർ വഴി നമുക്ക് വിഷു, ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ഏപ്രിൽ മാസം 14-ാം തീയതി 17-ാം തീയതി ഈ സിനിമ കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രേമികൾ ഏറെ കാത്തിരിക്കാൻ മറ്റൊരു ചിത്രമാണ് ഹണ്ട് എന്ന് പറയുന്ന മലയാള സിനിമയ്ക്കായിട്ട്. ഭാവനയെ കേന്ദ്ര കഥാപാത്രമാക്കി ഷാജി കരിയാസ് അണിയിച്ചിരിക്കിയ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ മനോരമ മാക്സ് സ്വന്തമാക്കിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ചിത്രം നമുക്ക് ഈ വരുന്ന വിഷു, ഈസ്റ്റർ സ്പെഷ്യലായിട്ട്
ഏപ്രിൽ മാസം 14-ാം തീയതിയോ 17-ാം തീയതിയോ ആയിട്ട് കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളായിട്ട് OTT റിലീസ് ചെയ്യുമ്പോൾ മറ്റ് ചിത്രങ്ങളുടെ അപ്ഡേറ്റുകൾ ലഭ്യമായിരിക്കുന്നത്. ഒന്നാമത്തെ ചിത്രം ദാവീദ് എന്ന് പറയുന്ന ആന്റണി പെപ്പെ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രത്തിൻ്റെയാണ്. മികച്ച അഭിപ്രായങ്ങൾ ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി സിനിമാ പ്രേമികൾ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ സോണി ലൈവ് സ്വന്തമാക്കി എന്നുള്ള അപ്ഡേറ്റുകളൊക്കെ ലഭ്യമായിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന വിഷു ഈസ്റ്റർ സ്പെഷ്യലായിട്ട് സോണി ലൈവ് വഴി സ്ട്രീമിംഗ് നടത്തുമെന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേറ്റുകൾ ലഭ്യമായിട്ടുണ്ട്. രാജേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് അണിയിച്ചിരിക്കുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മലയാളത്തിലെ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് വൻ വിജയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സുകൾ എല്ലാം തന്നെ ലഭ്യമായിരിക്കണം. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. റെക്കോർഡ് നോക്കി തന്നെയാണ് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് വിറ്റുപോയിരിക്കുന്നത്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി നമുക്ക് OTT പ്ലാറ്റ്ഫോമായിട്ടുള്ള ആമസോൺ പ്രൈം വീഡിയോസ് വഴി കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.